ഗോപു നന്ദിലത്ത് ഗ്രൂപ്പിന്റെ 3 ആനകൾ ഇത്തവണയും തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നന്ദിലത്ത് ഗോപാലകൃഷ്ണനും നന്ദിലത്ത് ഗോവിന്ദക്കണ്ണനും നന്ദിലത്ത് ഗോപി കണ്ണനും തിരുവമ്പാടിക്ക് വേണ്ടി എഴുന്നള്ളിപ്പിനെത്തും. 33 വർഷത്തിലധികമായി തൃശ്ശൂരിലെ നന്ദിലത്ത് കുടുംബത്തിൽ നിന്നും തൃശ്ശൂർ പൂരത്തിന് സ്ഥിരമായി ആനകൾ എത്താറുണ്ട്. ഇത്തവണ എനിക്ക് പിറകിൽ കാണുന്ന 3 കൊമ്പന്മാരാണ് എത്തുന്നത്. നമ്മോടൊപ്പം ശ്രീ ഗോപു നന്ദിലത്തുണ്ട്. ആനകളുടെ പേരും ആനയൊന്ന് പരിചയപ്പെടുത്താമോ? പിന്നെന്താ, തീർച്ചയായും ഞങ്ങൾ 33 വർഷമായിട്ട് തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുന്ന ആനകളാണ്. ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ യുവരാജാവായിട്ടുള്ള ആനയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. തിരുവമ്പാടി വിവാഹത്തിനാണ് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ നന്ദിലത്ത് ഗോവിന്ദക്കണ്ണൻ, നന്ദിലത്ത് ഗോപി കണ്ണൻ, ഈ 3 ആനകളും തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുകയാണ് തിരുവമ്പാടി വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. വീട്ടിൽ ഇവയെ പരിപാലിക്കുമ്പോഴുള്ള താങ്കളുടെ ആ ഒരു സന്തോഷം അത് എത്രത്തോളമാണ്? തീർച്ചയായും ആനയോട് ചെറുപ്പകാലത്തോട്ട്, എൻ്റെ മകൻ ജനിച്ച കാലം തൊട്ട്, എനിക്ക് അർജുൻ അവൻ ജനിച്ച കാലം തൊട്ട് ഞങ്ങൾക്ക് ആനയുള്ളതാണ്. അന്ന് അവൻ്റെ പേരിന് വേണ്ടിയിട്ട് അന്ന് ഞങ്ങൾക്ക് നന്ദിലത്ത് അർജുൻ എന്നൊരു വലിയ ആനയുണ്ടായിരുന്നു. അത് ചെരിഞ്ഞു പോയി. അതിനുശേഷം പല ആനകളും വീട്ടിൽ വന്നു പോയി. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 3 ആനകളാണ്. 3 ആനകളിൽ അതിനു മുമ്പ് ഞങ്ങൾ 3 ആനകൾ ഗുരുവായൂർ അമ്പലത്തിൽ ഞങ്ങൾ നടിയിരുത്തി. അതിനുശേഷം ഇപ്പോൾ ഞങ്ങളിൽ 3 ആനകളാണ് ഉള്ളത്. ഈ 3 ആനയും തൃശ്ശൂർ പൂരത്തിന് വേണ്ടി പങ്കെടുക്കുകയാണ്. തവണ പൂരം എങ്ങനെയാണ്? ഓരോ ഓർമ്മകൾ എങ്ങനെയാണ്? ഓരോ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ 33 വർഷത്തെ ഓർമ്മകളുണ്ട്. ഇപ്പോൾ നമുക്ക് ആനകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ 11 ആന വരെയുള്ള കുടുംബമായിരുന്നു. ഇപ്പോൾ 3 ആനയാണ്. ഇപ്പോൾ നമ്മൾ 3 ആന എന്ന് പറയുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമുള്ള ആനയാണ്. ഒന്ന് കേരളത്തിലെ യുവരാജാവായ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, കേരളത്തിലെ 3ാം സ്ഥാനത്താണ് അവൻ നിൽക്കുന്നത്. പിന്നെ ഗോവിന്ദകണ്ണനാണ്. പിന്നെ ഗോപികണ്ണൻ ഏറ്റവും കൊച്ചാന, 17 വയസ്സുകാരനാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ആന എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ അവനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു സന്തോഷമാണ്. പൂരത്തിന് ആനകൾ പോകുമ്പോൾ വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഇതുപോലെ ഒരുക്കി പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. നമ്മുടെ തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷമാണ് അത് കാണുമ്പോൾ. അല്പസമയത്തിനകം ആനകൾ ടെസ്റ്റിനിറങ്ങും. ഐശ്വര്യക്കും ആനക്കമ്പം എങ്ങനെയിട്ടുണ്ടോ? തൃശ്ശൂർക്കാർക്ക് എന്തായാലും ആന എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതല്ലേ. മൃഗമാണ് എന്നുള്ള ആനയെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയും. പക്ഷെ തൃശ്ശൂർക്കാർക്ക് ആന എന്ന് പറയുമ്പോൾ ഒരു സ്നേഹവും ഒരു പ്രത്യേക പാൽസല്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലൊരാളെ പോലെ തന്നെയാണ് നമ്മൾ ആനകൾ ഞങ്ങൾക്കുള്ളത്. എന്തായാലും നാളെ പൂരം കൊട്ടിക്കയറുമ്പോൾ നന്ദിലത്ത് കുടുംബത്തിലെ ഈ ആനകളെയും നമുക്ക് കാണാം. തൃശ്ശൂരിൽ നിന്നും നടരാജ്, മീഡിയ 1.